വിശ്വനാഥ് ആൻഡ് സൺസ് വെൻകി അറ്റ്ലൂരി സംവിധാനം ചെയ്ത സൂര്യ സിനിമയാണ്. സിനിമ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, മോശം സിനിമയാണ്. ആദ്യം തന്നെ അങ്ങ് പറഞ്ഞേക്കാം, വളരെ മോശം ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സിനിമ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു ഹൈ ബഡ്ജറ്റ് സീരിയൽ, അതായത് സീരിയൽ തന്നെ, സീരിയലിന്റെ ആ ഒരു രീതി തന്നെയാണ് സിനിമ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും ഇംപ്രസീവ് അല്ലാത്ത സ്ക്രീൻ പ്ലേ, സ്റ്റോറി, ഇതെല്ലാം തന്നെ വളരെ മോശം. പക്ഷെ ഇവരുടെ ഈ ഒരു ലക്ഷറി ലൈഫ് ഉണ്ടല്ലോ, അത് 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 നമ്മളെ ഒന്ന് മോഹിപ്പിക്കും. അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അൾട്രാ ലക്ഷറി. ഇപ്പൊ സൂര്യ താമസിക്കുന്ന വീട് തന്നെ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ളൊരു വീട്, അത്രയും വലിയ പിന്നെ ഗ്രൗണ്ട്, എല്ലാം തന്നെ അൾട്രാ ലക്ഷറി ആയിട്ടുള്ള ലൈഫാണ് സൂര്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലത്തെ റിച്ച് ഫ്രെയിംസ് ആണ് കാണിക്കുന്നത്. പിന്നെ ഉള്ളിലുള്ള ഇന്റീരിയർ സീൻസ് ആണ് സിനിമയ്ക്കകത്ത് കൂടുതലും. ഒട്ടും എൻഗേജിങ് അല്ല, എന്റർടൈനിങ് അല്ലാത്തൊരു സിനിമയാണ്. ഇതിന്റെ സ്റ്റോറി നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അതായത് 20 വയസ്സിൽ പ്രായം വ്യത്യാസമുള്ള രണ്ടുപേർ തമ്മിൽ അങ്ങോട്ട് മാത്രം, അതായത് മമിത ബൈജുവിന്റെ കഥാപാത്രത്തിന് സൂര്യയുടെ ക്യാരക്ടറിനോട് മാത്രം ഒരു അറ്റാച്ച്മെന്റും ഒരു പ്രണയവും കാര്യങ്ങളെല്ലാം തോന്നുന്നു. സൂര്യക്ക് തിരിച്ച് ഇങ്ങോട്ട് ഒന്നും തോന്നുന്നില്ല. തോന്നുന്നതിന് കാരണം കല്യാണം എന്ന കാര്യത്തിനോട് പുള്ളിക്ക് വെറുപ്പാണ്. പിന്നെ ഇതിനകത്ത് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനുണ്ടായിരുന്ന ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, അതെല്ലാം ഇതിന്റെ ബാക്ക് സ്റ്റോറിയാണ്. അത് മൂലമാണ് പിന്നെ സൂര്യക്ക് എത്രയും വലിയ ട്രോമ ഉണ്ടായതെന്നാണ് കാണിക്കുന്നത്. അത് അത്ര അങ്ങോട്ട് കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നിയതേയില്ല ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ സിനിമ ഇമോഷണലി ഹുക്കിങ്ങേ അല്ല, ഇങ്ങനെ വളരെ ബോർ അടിച്ചിരുന്ന് കണ്ടു തീർത്ത ഒരുപാട്, പിന്നെ 2.25 മണിക്കൂർ എങ്ങാനുണ്ട് ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു സിനിമ കണ്ടൊരു ഫീലിംഗ് ആയിരുന്നു ആ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ളത്. അണ്ണന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അണ്ണന്റെ ക്യാരക്ടർ തുടക്കത്തിലെ തന്നെ ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ, ഷൂട്ടിങ്ങില് ഗോൾഡ് മെഡൽ നേടിക്കൊടുക്കുന്നതിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. അതിന് തൊട്ട് മുമ്പ് ഈ ഗണ്ണ് തല്ലിപ്പൊടിച്ച് കളയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. അത് എന്തിനാന്ന് അങ്ങനെ ഒരു സീൻ അവിടെ ആഡ് ചെയ്തത് എന്തിനാന്ന് മനസ്സിലായില്ല. അങ്ങനെ കുറച്ചും കൂടി ഇമ്പാക്ട്ഫുൾ ആവാനാന്നു. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളെ വെച്ചിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള സംഭവമാണ് വെങ്കി അറ്റ്ലൂരി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഒട്ടും അങ്ങോട്ട് കൺവിൻസിങ് അല്ല. അതിനുശേഷം പിന്നെ രാധിക ശരത് കുമാറിന്റെ ക്യാരക്ടർ പിന്നെ പുള്ളിക്കാരത്തിക്ക് ഷുഗർ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ മധുരത്തിനോട് വലിയ താല്പര്യമുണ്ട്. മധുരം പിന്നെ കഴിക്കാനായിട്ട് സൂര്യ സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ കുറച്ച് ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് സിനിമ പോകുന്നത്. ഇത് നമുക്കങ്ങോട്ട് ഇത് ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്. ഈ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇമോഷൻ ഉണ്ടാവേണ്ട നമ്മുടെ ഉള്ളിൽ, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ ഉള്ളിൽ. അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് ഒരു കഥാപാത്രത്തിന് നമുക്ക് തോന്നിയിട്ടില്ല. ഇൻഫാക്ട് ഇതിനകത്ത് അനാർക്കലി മരയ്ക്കാറുണ്ട് മലയാളത്തിൽ നിന്ന്. അതെനിക്ക് സർപ്രൈസ് ആയിരുന്നു. അനാർക്കലി മരയ്ക്കാറുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല, ഡോക്ടറായിട്ട്. അതിനുശേഷം ഈ സ്പേം ഡൊണേറ്റ് ചെയ്തിട്ട് സൂര്യക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നു മറ്റൊരു സ്ത്രീയില്. പിന്നെ ആ മറ്റൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ മമിത ബൈജുവിന്റെ ക്യാരക്ടറാണ്. പുള്ളിക്കാരത്തേക്ക് ആ സമയത്ത് 22 വയസ്സ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടി ഉണ്ടാകുന്നു. പിന്നെ ഈ മമിത ബൈജുവും സൂര്യൻ തമ്മിൽ കണ്ടുമുട്ടുന്നു. പിന്നെ ബോൺ മാരോ പിന്നെ പ്രോബ്ലം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് മമിത ബൈജുവും സൂര്യൻ തമ്മിൽ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു സിനിമ. പിന്നെ ഫുള്ളി ഫാമിലി ആയിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. കൂടുതലും ഇന്റീരിയർ സീൻസ് ആണ്. പിന്നെ ഇവരൊക്കെ ഉണ്ട്, എന്താ പറയാ, രവീണ ടണ്ടന്റെ ലിപ്സിംഗ് ഒക്കെ ചില സമയത്തൊക്കെ കൊള്ളാം. പക്ഷെ തമിഴ് പറയുന്ന സമയത്ത് ചില സമയത്തൊക്കെ അവരുടെ ലിപ്സിംഗ് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നി. പെർഫെക്റ്റ് എന്നല്ല, അത് കാണുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മോശമായിട്ടാണ് അവർ ചെയ്തേക്കുന്നുള്ളത്. ഡബിങ് എല്ലാം തന്നെ മോശമാണ്. അത് മാത്രമല്ല, ഈ ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ ഈ പാട്ടിന്റെ പ്ലേസിംഗ് ഉണ്ടല്ലോ, അത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ വളരെ ഓക്വേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്തിനാണ് അവിടെ ഒരു പാട്ട് എന്നൊരു ചിന്ത നമുക്കുണ്ടാവും. അങ്ങനെ ഈ സിനിമയ്ക്കകത്ത് 1-2 പാട്ടങ്ങളുണ്ട്, പിന്നെ ഫെസ്റ്റിവൽ മൂഡിലുള്ള പാട്ടുകൾ. അതൊട്ടും അങ്ങോട്ട് അതിന്റെ പ്ലേസ്മെന്റ് വളരെ ഒരു റോങ് ആയിട്ടുള്ള സ്ഥലത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു പാട്ടിന്റെ ആവശ്യമൊന്നും അവിടെ ഉണ്ടായതേ ഇല്ല. പിന്നെ ഓവറോൾ മൊത്തത്തില് എന്താ പറയാ, ഒരു ബോർ പടം, വളരെ സമയം എടുത്ത് കണ്ടു തീർത്ത പോലുള്ള പ്രതീതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ. അതാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. എന്തായാലും സൂര്യ അങ്ങോട്ട് പോരാ കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. ഈ ഒരു ക്യാരക്ടറിന് അത് പുള്ളി ഫുള്ള് ഏറുപിടുത്തമാണ്. ഫുൾ ടൈം പിടിച്ചോണ്ടാണ് സംസാരിക്കുന്നത്. അതിപ്പോ മമിത ബൈജു കോമഡി ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും പുള്ളിക്കാരന് അങ്ങനെ ഒരു പിടിച്ചോണ്ടുള്ള സംസാരമാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്തും ഈ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാപ്സ്യൂളുകളുണ്ട്. മമിത ബൈജുവിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, പിന്നെ അച്ഛന്മാർ ചെയ്യുന്ന എന്ത് സംഭവങ്ങളും അമ്മമാർക്ക് ചെയ്യാൻ സാധിക്കും, പക്ഷെ അമ്മമാർ ചെയ്യുന്ന എല്ലാം ഒന്നും അച്ഛന്മാർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതിന്റെയൊക്കെ തെളിവുകൾ ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ തന്നെ ഉണ്ടല്ലോ. എത്ര റീൽസുകൾ അച്ഛനും മക്കളും കൂടി ഒറ്റയ്ക്ക് വളരെ നേരം നമ്മൾ കാണുന്നു. അതിന്റെ കൂട്ടത്തിൽ പിന്നെ രവീന്ദ്രന്റെ ക്യാരക്ടർ പറയുകയാണ്, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് ആ റിലേഷൻഷിപ്പിലുള്ള പെണ്ണ് വിചാരിക്കുമ്പോൾ മാത്രമാണ്, അല്ലാതെ പുരുഷൻ വിചാരിക്കുമ്പോൾ മാത്രമല്ല എന്നാണ് രവീന്ദ്രന്റെ ക്യാരക്ടർ പറയുന്നത്.
ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു റിലേഷൻഷിപ്പും അത് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടു പേരുടെയും ഈക്വൽ ആയിട്ടുള്ള സഹകരണം വേണം. ഏതെങ്കിലും ഒരാൾക്കൊരു പിന്നെ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം തന്നെയാണ്. അതിനകത്ത് ആർക്കാണ് സംശയമുള്ളത്? ഇതിനകത്ത് പറയുകയാണ് പെണ്ണ് വിചാരിക്കുമ്പോൾ മാത്രമാണ് ഇതെന്തോ അടിമയാവും, അപ്പൊ പെണ്ണിന്റെ അടിമയാണോ? അങ്ങനത്തെ ഒരു സംഭവങ്ങൾ, അങ്ങനത്തെ കുറെ ക്യാപ്സ്യൂളുകളൊക്കെയാണ് ഇതിനകത്ത് കുത്തിക്കയറ്റി വെച്ചേക്കുന്നത് വെങ്കി അറ്റ്ലൂരിയെ. പുള്ളിയാണെന്ന് എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനത്തെ ഒരു സിനിമ, മ്യൂസിക് ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയതേ ഇല്ല. പിന്നെ എവിടെ അങ്ങനെ ഒരു VFXന്റെ കാര്യത്തിൽ എവിടെ അങ്ങനെ ഒരു പാളിച്ചുള്ളതായിട്ട് എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ഫോക്കസ് ഇരുന്നൊന്നും ഞാൻ കണ്ടില്ല VFXന്റെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാനായിട്ട്. മ്യൂസിക് ഒന്നും അത്ര അങ്ങോട്ട് പോരായിരുന്നു. പിന്നെ സൂര്യ മാസ് കാണിക്കുന്ന സമയത്ത് ഒന്നും അത്ര അങ്ങോട്ട് ഒരു പോരായ്മ തോന്നുന്നുണ്ട്. സൂര്യയുടെ മാസ് കാണിക്കുക, ഫൈറ്റ് ഒക്കെ ഇതിനകത്ത്. ആ ഫൈറ്റിന്റെ കൊറിയോഗ്രാഫി എല്ലാം തന്നെ വളരെ മോശം. ബോട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഈ വള്ളി കെട്ടി തൂക്കിയിട്ടുള്ള ആട്ടം ഉണ്ടെന്നുള്ളത് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് ആ ഒരു ഫീൽ നമുക്ക് അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും അങ്ങനത്തെ ഒരു അറുബോറൻ സിനിമയായിട്ടാണ് ഇതെനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ മോശം സിനിമയാണ്, ഉള്ള കാര്യം പറയാം. വിശ്വനാഥൻ സൺസ് എന്ന് പറയുന്നത് ഒരു മോശം സിനിമ തന്നെയാണ്.